ഭാഗം 1. ഇത് നൂറെ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ്. അള്ളാഹു ഒരുപാട് കൊടിമരം. ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. അതിപ്പോ ഇത് പറയാൻ പോവാണ്. ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല. ആയിരക്കണക്കിന് ആള് അങ്ങനെ ഞാൻ മണിക്കൂറിൽ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് പക്ഷെ പണം വന്നതിന് ശേഷം ഓരോ മണിക്കൂർ പോയിട്ട് 4 മണിക്കൂർ ഇടവിട്ട് പോലും ഇല്ല. വന്നിട്ട് ഇങ്ങനെ കരയും 2 കാക്കകള്. നമ്മളതെന്തില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും എന്താണ് ഇത് കരയാണ്. സംഭവം എന്താണെന്നില്ല, നമുക്ക് മനസ്സിലായില്ല. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാനാണ്, ഒരു നിഅമത്താണ്. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല. കുറെ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഈ കൊടിമരം തൊടുകയാണ്. അപ്പൊ എന്താണ്, ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. ഹക്ക് പറയണല്ലോ, വിമർശനം മറ്റും എനിക്ക് പ്രശ്നമല്ല. ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അങ്ങനെ എന്താട്ടി മിനിങ്ങാണ് ഇത് കെട്ടി. അതിനുശേഷം ആ കാക്ക 2 ഇവിടെ വന്നിട്ടില്ല. കാക്ക മിഞ്ഞാന്ന് വളച്ച് കെട്ടി, പിന്നെ കാക്ക വന്നില്ല. അപ്പൊ തന്നെ 2 ദിവസമായി ഈ സംസാരം കേൾക്കുമ്പോ. ഓക്കെ, അത് മരണം നിലനിർത്തി അത്രേ നമുക്കെന്ത് പറയാലോ. അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചു എന്തിനത് കെട്ടിയത്. അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ കേട്ടോ. അല്ലാഹു ബർക്കത്ത്. അൽ ഫാത്തിഹ. അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അപ്പോ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നില്ല കേട്ടോ പറയുന്നത് ഒന്നും ചെയ്യരുത്. അതൊക്കെ തെറ്റന്നെയാണ്. എന്താ വെച്ചാൽ കൊടിമരാണ്. നമുക്ക് എന്ത് എപ്പാപ്പാര് ഒരു ബറക്കത്ത് മാത്രമേ നമുക്ക് എന്തുള്ളത്. ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും. അതുപോലെ തന്നെ ഇവിടെ മജ്‌ലിസ് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾ അതും വരും. അതൊക്കെ ഇപ്പാപ്പമാരെ കറാമത്ത്, അല്ലാതെ നമുക്ക് കറാമത്ത് ഉണ്ടായിട്ടല്ല. നമുക്കൊന്നുമില്ല, നമുക്കൊന്നും മാണ്ടേനും. അള്ളാഹു എന്ത് ചെയ്യട്ടെ, ഒരു 5 വഖത്ത് നിസ്കരിച്ച് സന്തോഷത്തോടെ ജീവിക്കാതെ കൽബല്ല തെറ്റ. വേറെ കറാമത്തൊന്നും മാണ്ട. അല്ലാഹ് സന്തോഷത്തിലാക്കി. കൊണ്ടുതന്നതും ഒരു എത്തിയമായ മോൾക്ക് വീട്. മകളെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളായി മക്കളില്ല. അൽഹംദുലില്ലാഹ് നേർച്ചയാക്കി നൂറെ ഹബീബിന്റെ മജ്‌ലിസിക്ക് ഒരു കുട്ടിക്ക് സ്വർണ്ണാഭരണം. എന്റെ മകൾക്ക് ഗർഭം നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഓഫാക്കും. അമ്മാടി ചൂടറിയോ, നരകത്തെ ചൂട് ഇതിനേക്കാളും ഉണ്ടാവില്ലേ. അപ്പൊ എന്തായാലും ഉഷാറായിക്കാരം. ലൈക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടായിട്ടാ ഇങ്ങനെ ലൈക്ക് അടിക്കാനല്ല പറഞ്ഞു. എങ്ങനെ അങ്ങനത്തെ ലൈക്കല്ലേ കാണുന്ന 3 ഡോട്ടിൽ 3 ഡോട്ടിൽ ഉഷാറായിക്കളി. ഇൻഷാല്ലാ കടങ്ങള് വീടുകളെ ദിക്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. എന്താണ് നിങ്ങളെ വിചാരം? പരിപാടി മുന്നോട്ട് കൊണ്ടോണ്ടേ? അപ്പൊ നാളെ വടകരക്ക് ബുക്ക് ചെയ്തവര് വരണ്ടട്ടോ. റൂമില്ല, വയനാട്ടിലേക്ക് വന്നോളി. ഇവിടെ റൂം ശരിയായിട്ടില്ല. കാരണം ഞാൻ കുറെ റൂം നോക്കി. കാരണം ചെറിയ റൂമുകളാ, പക്ഷെ 10ഉം 15ഉം ഒക്കെയാണ് വാടക ചോദിക്കണം. ഒന്നാമത്തെ കാര്യം മനസ്സിലാ. രണ്ടാമത്തെ കാര്യം അതിനുള്ള സൗകര്യവും ഇല്ല അല്ലെ. ഒരു ബാത്റൂം പോലും ഇല്ലാത്ത കുറെ കണ്ട്. എല്ലാവർക്കും ആദ്യം വേണ്ട ബാത്റൂമാ ഇത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ റൂമുകൾ കണ്ടു, പക്ഷെ നടക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങളെ കെയർ ഓഫിൽ എവിടെയെങ്കിലും വടകര ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെര തന്നാൽ മതി, ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങി കൊടുക്കുക. കൂടുതൽ വിമർശിക്കപ്പെട്ടത്, അതുപോലെ ഒരു ഉസ്താദ് വരെ നിങ്ങളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത് വിമർശിക്കപ്പെട്ടതാണ് നമ്മുടെ ഒരു കൊടിമരവുമായി ബന്ധപ്പെട്ട്. ഞാനിങ്ങനെ വിചാരിക്കുന്നത് ചോദിക്കാത്തതെന്ന്. കാരണം അതുമ്മലാണ് തുടക്കം. ഓക്കെ ശരിക്കും അതുമ്മല നമ്മൾ തുടങ്ങി. 2ാമത് വിവാദത്തിലാണ് ഈ ഒരു കൊടിമരത്തുമെന്നാണ് എനിക്ക് മനസ്സിലാവണേ. അതില് നിങ്ങൾ അത്രയും ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വാസികളെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ അവരുടെ പൈസ ചൂന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയക്ക് നിങ്ങൾ ചെയ്തതില്ലേ? ഇത് നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, ഇന്നിന്റെ ഒപ്പം വരുമോ? കൊടിമരത്തിന്റെ അടുത്ത് ഇതിൽ എന്റെ സ്ഥലത്തിന്റെ കള്ളങ്ങളും വിളിച്ചെത്താവും. നോക്കിക്കോളി. ഇങ്ങനെ ഒരു കിണർ പോലല്ലേ ചെയ്തിരുന്നത്? ആദ്യം ഇതിങ്ങനെ ഇതെന്ത് സംഭവം ഇതിന്റെ യഥാർത്ഥങ്ങൾ കേട്ടോളി.
ഇത് ഒരു ഇത് മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ടിച്ചുറപ്പാപ്പാന്റെ കൊടിമര. കൊടിമര ഒരു ബർക്കത്താണ്. അത് മുജാഹിദുകളും ജമാഅത്തുകളും ഒക്കെ അതിനെ എതിർക്കും. അപ്പൊ ഇതൊരു നമ്മൾ ഒരുപാട് സ്ഥലത്ത് എന്തുണ്ട് കൊടിമരങ്ങള് ഉണ്ട്. അപ്പൊ നൂറ് ഹബീബ് തങ്ങൾ ഇത് കാട്ടിച്ചുറപ്പാപ്പാനെ അനുസ്മരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കൊടിമരം ഇവിടെ വെക്കത്. ആയിരക്കണക്കിന് വിശ്വാസികൾ എന്ത് ചെയ്യും, ഇവിടെ ചികിത്സക്ക് വരലുണ്ട്. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊടിമരം കെട്ടിപ്പിടിച്ചിട്ട് എന്തുണ്ട്